ഷെർലക് ഹോംസ് സ്റ്റോറി ചെകുത്താൻ്റെ കാലടികൾ ഭാഗം 1. 1897 വസന്തകാലത്ത് ഹോംസിൻ്റെ ആരോഗ്യദൃഢമായ ശരീരഘടനയിൽ ചില രോഗലക്ഷണങ്ങൾ ദൃശ്യമായി. അനുസ്യൂതവും ആയാസകരവുമായ കഠിനാധ്വാനമായിരുന്നു അതിൻ്റെ മുഖ്യ കാരണം. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചുള്ള അശ്രദ്ധയും അവഗണനയും ദിനചര്യകളിലെ അവ്യവസ്ഥയും സ്ഥിതിഗതികളെ കൂടുതൽ വഷളാക്കുകയും ചെയ്തു. ഹോംസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കേസുകളും മാറ്റിവെച്ചിട്ട് പരിപൂർണമായി വിശ്രമിച്ചേ മതിയാവൂ എന്ന് പ്രസിദ്ധ വിശ്വജ്ഞനായ ഡോക്ടർ മൂർ ആഗർ നിർബന്ധിതമായി നിർദ്ദേശിച്ചു. നിശേഷമായ തകർച്ച ഒഴിവാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ വിശ്രമം അനിവാര്യമാണെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. എന്നിട്ടും ഹോംസിന് തൻ്റെ ആരോഗ്യത്തെ ചൊല്ലി ലേശവും ഉത്കണ്ഠയില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മാനസികമായ നിസ്സംഗത അത്ര അപാരമായിരുന്നു. എങ്കിലും ഒടുവിൽ ജോലി ചെയ്യാൻ തീർത്തും അശക്തനാകുമെന്നുള്ള ഭീഷണിക്ക് മുമ്പിൽ അദ്ദേഹം തലകുനിക്കുകയും പൂർണ്ണമായ വിശ്രമ ജീവിതത്തിന് സമ്മതം മൂളുകയും ചെയ്തു. അങ്ങനെയാണ് കോർണിഷ് ഉപദ്വീപിൻ്റെ അങ്ങേയറ്റത്തുള്ള പോൾദു ഉൾക്കടലിന് സമീപം ഒരു ചെറിയ സങ്കേതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. രോഗിയായ എൻ്റെ സുഹൃത്തിൻ്റെ വഴങ്ങാത്ത മനോവൃത്തിക്ക് ഏറ്റവും യോജിച്ച സ്ഥലമായിരുന്നു അത്. വെള്ളപൂശിയ ആ കൊച്ചു വിശ്രമ വീടിൻ്റെ ജാലകങ്ങളിൽ കൂടി താഴോട്ട് നോക്കിയാൽ അർത്ഥവൃത്താകൃതിയിൽ കിടക്കുന്ന മൗണ്ട്സ് ഉൾക്കടൽ കാണാമായിരുന്നു. അനേകം യാനപാത്രങ്ങൾക്ക് മരണക്കിണിയായ എണ്ണമറ്റ നാവികർക്ക് ചരമശയ്യ ഒരുക്കിയ കൂറ്റൻ തിരമാലകൾ തഴുകുന്ന പാറക്കെട്ടുകളും കറുത്ത പാറയിടുക്കുകളും. ആ സമയത്താണ് ആ സ്വപ്നങ്ങളുടെ നാട്ടിലായിട്ട് പോലും എനിക്ക് ദുഃഖവും എൻ്റെ സുഹൃത്തിന് ആത്മാർത്ഥമായ ആഹ്ലാദവും ജനിപ്പിച്ചുകൊണ്ട് ഒരു പ്രശ്നം പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വാതിൽപ്പടിയിൽ വന്നുമുട്ടിയത്. ലണ്ടനിൽ വെച്ച് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നതിനേക്കാൾ ഏറെ വിചിത്രവും അതീവ ഗഹനവും അത്യന്തം നിഗൂഢവുമായ ഒരു പ്രശ്നം. ഞങ്ങളുടെ ലളിത ജീവിതവും സമാധാനം നിറഞ്ഞ ആരോഗ്യകരമായ ദിനചര്യകളും അമ്പെ തകരാറിലായി. കോൺവാളിൽ മാത്രമല്ല, പശ്ചിമ ഇംഗ്ലണ്ട് ആ സകലം അങ്ങേയറ്റം ഇളക്കിമറിച്ച സംഭവ പരമ്പരകളുടെ മധ്യത്തിലേക്ക് ഞങ്ങൾ എടുത്തെറിയപ്പെട്ടു. അക്കാലത്ത് ലണ്ടൻ പത്രങ്ങളിൽ കോർണിഷ് ഭീകരത എന്ന പേരിൽ അപൂർണമായി മാത്രം പ്രത്യക്ഷപ്പെട്ട ആ വാർത്തകളെ പറ്റിയുള്ള ചില ഓർമ്മകൾ പല വായനക്കാരിലും തങ്ങി നിൽപ്പുണ്ടാവും. എന്നാൽ ഇപ്പോൾ അവിശ്വസനീയമായ ആ സംഭവത്തിൻ്റെ മുഴുവൻ വിവരവും ചുവടെ ചേർക്കുകയാണ്. ഏറ്റവും അടുത്ത ഗ്രാമദേവാലയത്തിൻ്റെ വികാരിയായ റൗണ്ടേ ഒരു പുരാവസ്തു ഗവേഷകൻ കൂടിയായിരുന്നു. ആ നിലയിൽ ഹോംസ് അദ്ദേഹവുമായി സമ്പർക്കം പുലർത്തി. വിപുലമായ പ്രാദേശിക വിജ്ഞാനത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. സ്ഥൂലഗാത്രനും സൗമ്യശീലനുമായ മധ്യവയസ്കൻ. ക്ഷണമനുസരിച്ച് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്ന് ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. അവിടെ വെച്ച് മോർട്ടിമർ ട്രെഗനീസ് എന്നൊരു മാന്യനുമായി പരിചയപ്പെടുകയും ചെയ്തു. വികാരിയുടെ വലിയ വസതിയിലെ 1-2 മുറികൾ വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു ആ മനുഷ്യൻ. അവിവാഹിതനായി ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വികാരിക്ക് അങ്ങനെ കൂട്ടിനൊരാളെ കിട്ടിയതിൽ സന്തോഷമായിരുന്നു. എങ്കിലും അവർ തമ്മിൽ പറയത്തക്ക അടുപ്പമോ സ്വഭാവപ്പൊരുത്തമോ ഉണ്ടായിരുന്നില്ല. ശാരീരിക വൈകല്യം ദ്യോതിപ്പിക്കുന്ന കൂനോട് കൂടിയ ഇരുണ്ടു മെലിഞ്ഞ കണ്ണട വച്ച മനുഷ്യനായിരുന്നു മോർട്ടിമർ. ഞങ്ങളുടെ സന്ദർശന സമയത്ത് വികാരി വളരെ പ്രസന്നനും വാചാലനുമായി കാണപ്പെട്ടപ്പോൾ ഈ താമസക്കാരനാകട്ടെ വിചിത്രമാംവണ്ണം മൗനം പൂണ്ടിരുന്നതേ ഉള്ളൂ. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വിഷാദഭഗ്നനായി കഴിയുന്ന അന്തർമുഖനെ പോലെ. ഈ 2 വ്യക്തികളാണ് മാർച്ച് 16 ചൊവ്വാഴ്ച ഞങ്ങളുടെ ചെറിയ മുറിയിലേക്ക് കയറി വന്നത്. പ്രാതൽ കഴിച്ചിട്ട് പതിവുള്ള പ്രഭാത സവാരിക്ക് പ്രാരംഭമായി പുകവലിക്കുകയായിരുന്നു ഞങ്ങൾ. അമ്പരന്ന മട്ടിൽ വികാരി പറഞ്ഞു, ഹോംസ്, ഇന്നലെ രാത്രി അസാധാരണമായ ഒരു സംഭവം, തികച്ചും ദാരുണം, കേട്ടുകേൾവി പോലുമില്ലാത്ത ഒന്ന് സംഭവിച്ചു. നിങ്ങൾ ഏതായാലും ഈ സമയത്ത് ഇവിടെ ഉണ്ടാകാനിടയായത് പ്രത്യേക ദൈവാനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. നിങ്ങളല്ലാതെ ഇംഗ്ലണ്ട് മുഴുവൻ പരതിയാലും ഇതിനു പറ്റിയ ഒരാൾ വേറെയില്ല. വികാരിയുടെ വരവ് അത്ര ഇഷ്ടപ്പെടാത്ത മട്ടിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നേരെ നോക്കി. ഹോംസ് ആവട്ടെ
ചുണ്ടിൽ നിന്ന് പൈപ്പ് എടുത്തിട്ട് കസേരയിൽ നിവർന്നിരുന്ന് പഴയ വേട്ടപ്പട്ടി ലക്ഷ്യനിർദ്ദേശം ശ്രദ്ധിക്കുന്നത് പോലെ അത് ശ്രവിച്ചു. അദ്ദേഹം സോഫ ചൂണ്ടിക്കാണിക്കുകയും പ്രകമ്പിതരായ സന്ദർശകർ അതിന്മേൽ അടുത്തടുത്ത് ഇരിക്കുകയും ചെയ്തു. വികാരിയേക്കാൾ ആത്മനിയന്ത്രണം പാലിച്ചിരുന്നത് മോർട്ടിമർ ആയിരുന്നു. അയാളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്ന പരിഭ്രാന്തിയും കൈയുടെ വിറയലും സൂക്ഷിച്ചാൽ അയാൾ വികാരിയേക്കാൾ വികാരവിക്ഷുബ്ധനായിരുന്നുവെന്ന് അറിയാമായിരുന്നു. ഞാൻ പറയണോ അതോ അങ്ങ് പറയുന്നോ? അയാൾ വികാരിയോട് ചോദിച്ചു. നിങ്ങളാണ് ഇത് കണ്ടുപിടിച്ചതെന്നും വികാരിയച്ഛന് നിങ്ങൾ പറഞ്ഞറിവ് മാത്രമേ ഉള്ളുവെന്നും തോന്നുന്നതുകൊണ്ട് നിങ്ങൾ തന്നെ പറയുന്നതാവും നല്ലത്, ഹോംസ് അഭിപ്രായപ്പെട്ടു. തിടുക്കത്തിൽ അശ്രദ്ധമായി വസ്ത്രം ധരിച്ചിരുന്ന വികാരിയെയും ശ്രദ്ധാപൂർവം വസ്ത്രധാരണം നടത്തിയിരുന്ന മോൾട്ടിമറെയും ഞാൻ മാറി മാറി വീക്ഷിച്ചു. ഹോംസിന്റെ ഈ ലഘുവായ നിഗമനം അവരിൽ ഉളവാക്കിയ വിസ്മയം ഞാൻ ശ്രദ്ധിച്ചു. ഒരുപക്ഷെ ആദ്യം ഞാൻ തന്നെ ചിലത് പറയുകയായിരിക്കും നല്ലത്. വികാരി മുൻകൈയെടുത്തു. ഈ സ്നേഹിതൻ ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ 2 സഹോദരന്മാരോടൊന്നിച്ച് അവരുടെ സഹോദരി ബ്രണ്ടയുടെ ഭവനത്തിലായിരുന്നു. തരിശിലെ പഴയ കൽക്കുരിശിനടുത്താണ് ആ വസതി. ഓവനും ജോർജുമാണ് സഹോദരന്മാർ. അവർ 4 പേരും ഊൺമേശയ്ക്ക് ചുറ്റുമിരുന്ന് രാത്രി 10 മണിവരെ ചീട്ട് കളിച്ചു. 10 മണിക്ക് ശേഷം മോർട്ടിമർ തിരിച്ചു പോരുമ്പോൾ എല്ലാവരും ഉല്ലാസത്തിലും ഉന്മേഷത്തിലുമായിരുന്നു. നേരത്തെ ഉണരുന്ന പ്രകൃതക്കാരനായ മോർട്ടിമർ ഇന്നു പുലർച്ചയ്ക്ക് പ്രാതൽ കഴിക്കും മുമ്പ് ആ വഴിക്ക് കടന്നു പോകുമ്പോൾ ഡോക്ടർ റിച്ചാർഡ് വണ്ടിയിൽ അതിലെ കടന്നുപോയി. അടിയന്തര സന്ദേശം ലഭിച്ചതനുസരിച്ച് ട്രെനിക് വാർത്തായിലേക്ക് പോവുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാര്യം അറിഞ്ഞ് പരിഭ്രമിച്ച് മോർട്ടിമറും കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ അസാധാരണമായ സ്ഥിതിവിശേഷമാണ് കണ്ടത്. സഹോദരന്മാരും സഹോദരിയും അദ്ദേഹം അവിടം വിട്ടപ്പോൾ കണ്ടപാടെ അതേ ഇരിപ്പിൽ തന്നെ അതേപടി ഇരിക്കുന്നു. ചീട്ടുകൾ മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്നു. മെഴുകുതിരി കീഴറ്റം വരെ എരിഞ്ഞു തീർന്നിരിക്കുന്നു. സഹോദരി മരിച്ചു മരവിച്ച് കല്ലുപോലെ ആയിട്ടുണ്ട്. സഹോദരന്മാരാകട്ടെ അവളുടെ ഇരുവശത്തുമിരുന്ന് ചിരിക്കുകയും അലറുകയും പാട്ടുപാടുകയുമായിരുന്നു. ബോധം അവർക്ക് നിശേഷം നഷ്ടപ്പെട്ടിരുന്നു. മരിച്ച സ്ത്രീ ഉൾപ്പെടെ എല്ലാവരുടെയും മുഖങ്ങളിൽ അത്യുത്കടമായ ഭയസംക്രാന്തിയുടെ തീഷ്ണഭാവങ്ങൾ അപ്പോഴും തങ്ങി നിന്നിരുന്നു. വീട്ടുകാവൽക്കാരിയും പാചകക്കാരിയുമായ മിസസ് പോർട്ടർ എന്ന വൃദ്ധയല്ലാതെ ആ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നതായി തെളിവില്ല. അവർ കിടന്നുറങ്ങിപ്പോയെന്നും രാത്രിയിൽ ഒച്ചയൊന്നും കേൾക്കുകയുണ്ടായില്ലെന്നും പറഞ്ഞു. യാതൊന്നും മോഷ്ടിക്കപ്പെടുകയോ കുഴച്ചു മറിക്കപ്പെട്ടതായോ കണ്ടില്ല. ഈ സാഹചര്യത്തിൽ ആ ദാരുണ ദുരന്തം വരുത്തിവെച്ച ഘോര ഭീകരതയുടെ ഓടുപാടുകളെപ്പറ്റി ഒരു പിടിയും കിട്ടുന്നില്ല. ഇതാണ് ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങളിത് തെളിയിച്ചു തന്നാൽ വലിയൊരു സഹായമായിരിക്കും. ഞങ്ങളുടെ യാത്രയുടെ പരമോദ്ദേശമായ വിശ്രമ ജീവിതത്തിലേക്ക് എൻ്റെ സുഹൃത്തിനെ അനുനയപൂർവ്വം പുനരാനയിക്കുവാൻ കഴിഞ്ഞേക്കുമെന്ന് എനിക്ക് നേരിയ ആശയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏകാഗ്രതീവ്രമായ മുഖഭാവവും ചുളിഞ്ഞ പുരുകക്കൊടിയും കണ്ടപ്പോൾ അത് വൃഥാവിലാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം അല്പനേരം നിശബ്ദനായി. ഞങ്ങളുടെ സ്വൈര്യം കെടുത്തിയ ആ വിചിത്ര നാടകത്തിൽ ലീനചിത്തനായി ഇരുന്നു പോയി. ഒടുവിൽ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു. വളരെ അസാധാരണമായ പ്രത്യേകതകളുള്ള കേസായിട്ടാണ് ഇത് കാണപ്പെടുന്നത്.